നമ്മളിപ്പോൾ നല്ലൈൻ വരെ പോവാണേ. നാളെ അമ്മ വരുവാണ്. അപ്പോൾ അമ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അബുദാബി എയർപോർട്ടിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് അമ്മ ഇല്ലാത്തൊരു ദിവസം ഞങ്ങളൊന്ന് സ്റ്റേ അടിക്കാമെന്ന് വിചാരിച്ചു. ഫാമിലി ടൈം എൻജോയ് ചെയ്യുകയാണല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ വെക്കേഷൻ ടൈമാണ്. അപ്പോൾ ഞങ്ങളൊന്ന് നല്ലൈനിൽ ജബൽ ഹഫീസ് എന്ന് പറഞ്ഞ മല വരെ പോവാണ്. അവിടെ ഇന്ന് രാത്രി സ്റ്റേക്കേഷനാണ്. ടെൻ്റ് അടിച്ച് അവിടെ കുറച്ച് കുക്കൊക്കെ ചെയ്ത് നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് പർച്ചേസ് ഉണ്ട്. ഇപ്പോൾ നമ്മളപ്പോൾ പർച്ചേസിന് ഷാർജയിൽ പോയി പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇതൊക്കെ പറയാൻ ഇവളാരാന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ ടിൽഫി, ഇത് എൻ്റെ ഹസ്ബൻഡ് ജിതിൻ, ഇതെൻ്റെ മോള് അലിസ. ഓക്കെ, ഞങ്ങൾ കൊച്ചിക്കാരാണ്. UAE ഇപ്പോൾ റെസിഡൻസ് ആണ്. ഉമ്മൽകോയിൽ സ്റ്റേ ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വർക്കിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ വെക്കേഷൻ ടൈമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലും കൂടി അത് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആയോ, നമ്മുടെ കയ്യിൽ ടെൻ്റ് അടിക്കാനുള്ള സെറ്റൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സഫാരി മാളിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടെ മേടിക്കാനുണ്ട്, നാളത്തെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മളിപ്പോൾ സഫാരി മാളിലേക്ക് കയറാണ്. ഇനി അവിടുത്തെ കാഴ്ച കാണിച്ചു തരാം. ഈവനിങ് ടൈമൊക്കെ വന്നാൽ ഇവിടെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല, ഉച്ച ടൈമാണല്ലോ. 1:30 മണിയായി. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഇനി അതും കഴിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോവുക. ഒരു കുട്ടി വ്ളോഗർ കൂടെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അമ്മ എവിടെ പോണേ? അമ്മ എവിടെ പോണേ? ടെന്റ് മേടിക്കണ്ടേ? അവിടെ പോണ്ട. ഇവിടെ ഞങ്ങൾ സഫാരി മാളിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ടാണ്. ഇവിടെ കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾ ഗ്രില്ലല്ല ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് ഒരു ഗ്യാസ് സ്റ്റവ് വാങ്ങിയിട്ട് അതിൻ്റെ അകത്തുള്ള പ്രിപ്പറേഷനാണ്. സിലിണ്ടർ വിത്ത് ഗ്യാസ് സ്റ്റവ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഇവിടെ വന്ന് ഇതാട്ടോ നമ്മളെടുക്കുന്ന ഗ്യാസ് സ്റ്റവ്. അതെന്ത് മീനാ? റെഡ് മീൻ ഏതാ? അല്ലു, ബ്ലാക്ക് മീൻ എവിടെ? ബ്ലാക്ക് പിങ്ക് എവിടെ? തൊട്ട് കാണിച്ചപ്പോ പിങ്ക് ഏതാ? യെല്ലോ. ഗുഡ് ഗേൾ. തത്തമ്മേ, വൈറ്റ് തത്തമ്മയുണ്ട്, ഗ്രീൻ തത്തമ്മയുണ്ട്. നെല്ല് താഴത്ത് കണ്ടോ, ടെൻ്റ് ഉണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക് ടെൻ്റാണ് നമുക്ക് ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കണത്. ഇതിന് 92 ദിർഹംസ്, 85. നമുക്ക് ചെറുത് മതി കേട്ടോ. ഇത് 30 ദിർഹംസ് ഉള്ളു കേട്ടോ. ഇത് മാനുവൽ ടെൻ്റാണ്, 60 ദിർഹംസ്. നമുക്ക് ഓട്ടോമാറ്റിക് ടെൻ്റാണ് ആവശ്യം. ഈ സാധനമാണ് നമുക്ക് വേണ്ടത്. 69 ദിർഹംസ് ഉള്ളു കേട്ടോ. നമ്മ സാധനം എടുത്തിട്ടോ 69 ദിർഹംസ്. നേരെ നോക്കിയാൽ കാണുന്ന കേട്ടോ ജബൽ ഹഫീദ്. ഇനി ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് കൂടെ ഉണ്ട്. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സൺസെറ്റൊക്കെ കഴിഞ്ഞു. റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ മുകളിലേക്ക് കയറി കേട്ടോ. ഫുള്ളായിട്ടില്ല, നമ്മൾ പകുതി എത്തിയപ്പോഴത്തേക്കൊന്ന് പാർക്ക് ചെയ്തതാട്ടോ, ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ജസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം പോലെ അല്ല കേട്ടോ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊരു ടെൻ്റ് ഇടാൻ പറ്റിയ ഒരു സെറ്റൊന്നും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഹസ്ബൻഡും കൂടി പിന്നെയും മുന്നോട്ട് പോകാൻ പോവാം കേട്ടോ. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ അല്ലെങ്കിൽ മുഴുവൻ കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ നമ്മൾ
നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്, ജബൽ ഹാഫീസിൽ. അപ്പം നമ്മൾ സ്റ്റേ ആണ് പ്ലാൻ ചെയ്തത്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ച് സ്റ്റേ ഒന്നും നടക്കൂല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അല്ലീനിലൊരു സ്റ്റേ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറത്ത് ക്യാമ്പിംഗ് ആയിട്ടുള്ള ഇതുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പോയി നോക്കാം. നമുക്ക് എന്തായാലും ഡിന്നർ കഴിക്കണം. നമ്മൾ ക്യാമ്പിംഗ് ആണെങ്കിലും ഗ്രില്ല് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളതുകൊണ്ട് അത് അത്ര പോസിബിൾ അല്ല എന്ന് വിചാരിച്ചിട്ടാണ് അത് പ്ലാൻ ചെയ്യാതിരുന്നത്. ലൊക്കേഷൻ അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ലതാണ്, മോർണിംഗ് നല്ല വൈബായിരിക്കും. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ നിന്ന് അൽകുദ്ര ലേക്ക്, ലവ് ലേക്ക്, ദുബായിലേക്ക് മൂവ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ മുമ്പും ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ 2-3 തവണ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഏകദേശം ഒരു 12:15 നമ്മളിപ്പോൾ അൽകുദ്ര ലേക്കിലേക്ക് എത്തി കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഒരു അകത്തേക്ക് ഓഫ് റോഡ് ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ടാവും. നോക്കിയ മാനൊക്കെ നടന്നു പോകുന്നുണ്ടോ വഴിയിൽ കൂടെ. കുറച്ചുള്ളിലേക്ക് വന്ന ഒരു മരത്തിൻ്റെ അടിയിൽ നമുക്ക് സ്പേസ് കിട്ടിയിട്ടോ. അവിടെ ടെൻ്റൊക്കെ കെട്ടി ഇനി നമ്മൾ അടുത്ത കുക്കിങ്ങിലേക്കൊക്കെ കിടക്കുക. നമ്മുടെ സീബ്രീം ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ഗൈസ്, ഇത് വിട്ടിട്ട് നമുക്കൊരു കളിയില്ല. കഷ്ടപ്പെട്ടാണെങ്കിലും ഇത് ഉരിഞ്ഞ് നമ്മൾ ഇത് കൊണ്ടൊരു കറി ഉണ്ടാക്കി ഇന്ന് ബ്രെഡും കൂട്ടടി. അല്ല മീൻ ഇഷ്ടല്ലേ? ചെമ്മീൻ നോക്കിയ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചാണ്. ചൂടാണേ. ചൂടാണോ? ജമ്മയാണോ? എടുത്തോ. ഒന്നും പറയാനില്ല. ഈ വൈബിൽ കഴിക്കുമ്പോൾ സൂപ്പർ. എങ്ങനെയുണ്ട് കുഞ്ഞപ്പ? ഞങ്ങൾ ഗ്യാസൊക്കെ സെറ്റാക്കിയിട്ട് കുറച്ച് കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില ഇട്ട് വെളിച്ചെണ്ണയിൽ വഴട്ടുവാണ്. ഞങ്ങളൊരു നിർവ്വാണ സ്റ്റൈൽ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഈ വഴറ്റിയതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിർവ്വാണ ചെറുതായിട്ട് പാടി ഗൈസ് കാര്യം വെച്ചാൽ പച്ചമുളക് മറന്നുപോയി. അപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ട് വേറെ കളറായിട്ടോ. ഇത് ഞങ്ങളുടെ നിർവ്വാണ. അപ്പോൾ നമ്മുടെ ഫൈനൽ പണിയാണ് കേട്ടോ. ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ച് ഫിഷ് അതിനകത്തേക്ക് തട്ടി അതൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. സെറ്റ് സാധനം. മടക്കി തന്നെ വെച്ചു. വേറെ ആർഭാടമൊന്നും ഇല്ല. ഇതിൻ്റെ അകത്തുനിന്ന് ഡയറക്റ്റ് കഴിക്കാൻ പോവാൻ കേട്ടോ. നല്ല ഇതെടുത്തിട്ട് ആദ്യം ഇത് വറുത്തിട്ട് നോക്കാം. അസാധ്യ രുചി, സൂപ്പർ. ബ്രെഡ് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് ഇതിന്ന് കുറച്ച് ഗ്രേവി എടുക്കുക. അടിപൊളിയല്ലേ? കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നപ്പോഴത്തേക്ക് 3 മണിയായി. പിന്നെ ഒരു 7:30 ആയപ്പോഴത്തേക്ക് ഫ്ലമിംഗോസിൻ്റെ ശബ്ദം കേട്ടോ നമ്മൾ എഴുന്നേൽക്കുന്നത്. നന്നായിട്ട് അതുങ്ങൾ ശബ്ദം ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് സ്റ്റേ അടിക്കണം കേട്ടോ. മസ്റ്റ് ആയിട്ട് സ്റ്റേ അടിക്കേണ്ട സ്ഥലമാണിത്.
എഴുന്നേറ്റ് നമ്മൾ കുറച്ച് നേരം ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മളൊരു കാപ്പിയൊക്കെ ഇട്ടു, കട്ടൻ കാപ്പി ഇട്ടു, പിന്നെ കുറച്ച് ന്യൂഡിൽസ് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിച്ചേട്ടോ. ഇവിടെ നല്ല സെറ്റാക്കിയിട്ടുണ്ട്, ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. വാ അങ്ങനെ ഒരു അടിപൊളി മോർണിംഗ് ആട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്, എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ യു എയിലുള്ള എല്ലാവരും ഇവിടെ ഒരു തവണ വന്ന് ക്യാമ്പ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്.